إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. عباد الله മുഅ്മിനീങ്ങളെ, റമദാൻ ഷരീഫില് നിർബന്ധമായ നോമ്പും അതേപോലെ തന്നെ നിസ്കാരവും പരിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും ദാനധർമ്മങ്ങളുമായി ധാരാളം സൽക്കർമ്മങ്ങൾ നിർവഹിച്ച മുഅ്മിനീങ്ങളായ അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സൽക്കാരത്തിന്റെ ദിവസത്തിലാണ് നമ്മൾ കഴിച്ചുകൂട്ടുന്നത്. മുഅ്മിനീങ്ങളായ അവന്റെ അടിമകൾക്ക് അല്ലാഹു ഒരുക്കി കൊടുത്ത വിരുന്ന് സൽക്കാരം, അതാണ് യൗമുൽ ഈദുൽ ഫിത്ർ എന്ന് പറയുന്ന ചെറിയ പെരുന്നാളിന്റെ ഈ പറയുന്ന ഒത്തുകൂടൽ. ഇതിൽ നമ്മൾ ഈ ധരിച്ച പുതിയ വസ്ത്രങ്ങൾ, നമ്മൾ കഴിക്കാനൊരുക്കി തയ്യാറാക്കി വെച്ച ഭക്ഷണങ്ങൾ, അതിന്റെ മുമ്പ് ഉന്നതനായ അള്ളാഹുവിന്റെ മുന്നിൽ അവനെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു തീർത്ത തക്ബീറുകൾ, നിർവഹിച്ച നിസ്കാരങ്ങൾ അള്ളാഹു അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെന്ന സമയത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവർക്ക് 2 ദിവസം ആഘോഷങ്ങളുടെ ദിവസങ്ങളായി അവർ കൊണ്ടാടുമായിരുന്നു. ആഘോഷത്തിന്റെ 2 ദിവസം ഒരു വർഷത്തിൽ. പ്രവാചകൻ ചോദിച്ചു, എന്താണ്? അവർ പറഞ്ഞു, ജാഹിലിയ്യത്തിൽ ഇസ്ലാമിന്റെ മുമ്പ് ഞങ്ങൾ ആഘോഷമായി കൊണ്ടാടുന്ന ദിവസങ്ങളാണ്. നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണങ്ങളും തൊഴിലുകളും ജോലികളും അധ്വാനങ്ങളും നിർത്തിവെച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് അതിന് പകരമായി മറ്റു 2 ആഘോഷ ദിവസം, 2 ഈദുകൾ, 2 പെരുന്നാളുകൾ നിങ്ങൾക്ക് പകരമാക്കി തന്നിരിക്കുന്നു. അതിൽപ്പെട്ട ഒന്ന് ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ. മഹത്തായ നോമ്പും അതുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ നിർവഹിച്ച് പൂർത്തിയാക്കിയതിന്റെ ശേഷം അള്ളാഹു അവന്റെ അടിമകൾക്ക് ഒരുക്കി വെച്ച ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്ർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മഹത്തായ ഹജ്ജും അതുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ നിർവഹിച്ചതിന്റെ ശേഷം മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഘോഷിക്കാനുള്ള ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന 2 ആഘോഷമല്ലാതെ മുസ്ലിമീങ്ങൾക്ക് പിന്നെ എല്ലാ ഓരോ ആഴ്ചകളിലും മടങ്ങി വരുന്ന ഇബാദത്തിന്റെ ദിനമായി യൗമുൽ ജുമഅയും കഴിച്ചാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ പിന്നെ ഒരു ആഘോഷ ദിനമില്ല, ഒരു പെരുന്നാളില്ല. ജീവിച്ചതിന്റെ പേരിലില്ല, മരിച്ചതിന്റെ പേരിലില്ല, കണ്ടതിന്റെ പേരിലില്ല, നോക്കിയതിന്റെയും വന്നതിന്റെയും പോയതിന്റെയും പേരിലില്ല. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവും അവന്റെ റസൂലും അനുവദിച്ചു തന്ന ഈ 2 ആഘോഷ ദിനങ്ങളാണ്. അതിമഹത്തായ ഈ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ, ആസ്വാദനങ്ങൾ അത് നാം ആസ്വദിക്കുക തന്നെ വേണം, അത് നാം ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഈ ദിവസം ഒരു മനുഷ്യൻ നോമ്പനുഷ്ഠിക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ്. അവൻ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചേ മതിയാവും. അള്ളാഹു അനുവദിച്ച ഈ ലോകത്തുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ഈ ദിവസത്തിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന, അവന്റെ വെറുപ്പ് സമ്പാദിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഒരിക്കലും മുഅ്മിനീങ്ങളെ, സ്ത്രീകളെ, പുരുഷന്മാരെ നമ്മൾ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. റമദാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വയും ഈമാനും ദീനിന്റെ ആദർശവും ഒരൊറ്റ ദിവസം കൊണ്ട് കളഞ്ഞു കുളിക്കുന്ന വിഡ്ഢികളുടെ കൂട്ടത്തിൽ ചെയ്തെടുത്ത തൊഴിലുകളും കാര്യങ്ങളും മുഴുവനും ഒരൊറ്റ സമയത്ത് അത് തകർത്ത് തരിപ്പണമാക്കുന്ന വിഡ്ഢി ഒരു സ്ത്രീയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെയാവരുത്.
ഇതുപോലത്തെ സദസ്സിലും മറ്റുള്ള സദസ്സുകളിലും തുടക്കത്തിലും ഒടുക്കത്തിലും അതിന്റെ ഇടയിലും നമുക്ക് എപ്പോഴും പറയാനുള്ളത് തൗഹീദുല്ലാഹിയെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും ജിന്നുകളെയും ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചതിന്റെ പിന്നിൽ അതിശക്തമായ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഹിക്മത്തുണ്ട്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെ ജിന്നുവർഗത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടേയില്ല എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അള്ളാഹു അതിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. കൃത്യമായി ആ ഉത്തരവാദിത്വം അള്ളാഹുവിനോട് അടിമകളായ നമ്മൾ നിർവഹിക്കേണ്ട ആ ബാധ്യത അത് നമ്മൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്താണ് തൗഹീദ് എന്ന് പഠിക്കണം. നമ്മൾ മുവഹ്ഹിദീങ്ങളാണ് എന്ന് നാം ഉറപ്പുവരുത്തണം. അതിന് വിരുദ്ധമായ ശിർക്ക് നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നത് നമ്മൾ ഉറപ്പായും അത് നമ്മൾ ബോധ്യപ്പെടുത്തണം. അത് നമ്മൾ ജാഗ്രത കാണിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ആദ്യമായി കൊണ്ട് മനുഷ്യ സമൂഹത്തിനെ വിളിച്ച് സൂറത്തുൽ ബഖറയിൽ പറയുന്ന ആയത്തിൽ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളെ ഏതെങ്കിലും ഒരു വിഭാഗക്കാരെയെന്നോ അതല്ലെങ്കിൽ നാട്ടുകാരെയെന്നോ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ധാരാളം വിളിക്കുന്നത് പോലെ മുഅ്മിനീങ്ങളെയൊന്നുമല്ല വിളിക്കുന്നത്, മനുഷ്യരെ എന്നാ വിളിച്ചത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും. നിങ്ങളെയും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ തലമുറകളെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ ഉടമപ്പെടുത്തിയവൻ, നിങ്ങളുടെ അനക്ക അടക്കങ്ങളെ നിയന്ത്രിക്കുന്നവൻ, നിങ്ങളുടെ മൂർധാവിൽ പിടുത്തമുള്ളവൻ, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ തലമുറകളെ, നിങ്ങളുടെ പിതാക്കളെയും കഴിഞ്ഞു പോയ തലമുറകളിൽ സൃഷ്ടിച്ചത് അവനാണ്. അള്ളാഹുവിനെ കൂടാതെ ആരാധ്യ വസ്തുക്കളായിക്കൊണ്ട് ആളുകൾ കണ്ടുവെക്കുന്ന, ആളുകൾ ആരാധന നിർവഹിക്കുന്ന വിഗ്രഹങ്ങളോ അതല്ലെങ്കിൽ ജാറങ്ങളോ ദർഗകളോ പുണ്യപുരുഷന്മാരോ സൂര്യനോ ചന്ദ്രനോ ഈ നാട്ടിൽ മനുഷ്യരായ ആളുകൾ ആരാധിക്കുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ, പാമ്പുകളുണ്ട് ഇതില്, പരങ്ങുകളുണ്ട് ഇതില്, പശുക്കളുണ്ട് ഇതില്, മനുഷ്യരുടെ ഗുഹസ്ഥാനങ്ങൾ പോലുമുണ്ട് ഈ നാട്ടിൽ ആരാധിക്കുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ. ഈ പറയുന്നതൊന്നും തന്നെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഈ പണിയെടുത്തവരല്ല, അവരെ കൊണ്ടതിന് സാധ്യവുമല്ല. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബൻ വലൗ ഇജ്തമഉ. അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധ്യ വസ്തുക്കളായി കാണുന്നത്, മനുഷ്യന് നിസ്സാരമായി കാണുന്ന ഒരു പ്രാണിയുണ്ടല്ല ഈച്ച, അതിനെ പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇതുവരെ ആ ഒരു പണി അവരെടുത്തിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ ഒരു വ്യക്തിക്കും അത് ചെയ്യാൻ സാധ്യവുമല്ല. അതിന്റെ മോഡലുകൾ, അതിന്റെ രൂപങ്ങൾ, അതുപോലത്തെ മറ്റു പലതും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലത്തെ ജീവൻ കൊടുത്ത ഒരു വസ്തുവിനെ സൃഷ്ടിക്കാൻ, ഇത്തരം നിസ്സാരമായൊരു പ്രാണിയെ സൃഷ്ടിക്കാൻ ആളുകൾ ആരാധ്യ വസ്തുക്കളായി കാണുന്നതിന് ഒന്നും സാധ്യമല്ല. ആളുകളുടെ മുന്നിലോ ആരാധ്യ വസ്തുക്കളുടെ മുന്നിലോ കൊണ്ടുവന്നു വെച്ച സുഗന്ധങ്ങളിൽ നിന്നോ ഭക്ഷണപാനീയത്തിൽ നിന്നോ ഈ ഈച്ച ഈണ്ടി വലിച്ചു കുടിച്ചു പോയ സാധനങ്ങൾ അതിന്റെ ആമാശയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഒരിക്കലും സാധ്യമല്ല. മനുഷ്യരെ, നിങ്ങൾ ആരാധ്യ വസ്തുക്കളായി കാണുന്ന വിഗ്രഹങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ പുണ്യപുരുഷന്മാരായി ആദരിച്ച് ആരാധനകളുമായി, വിളിച്ചുതേട്ടവുമായി, പ്രാർത്ഥനയുമായി, പ്രതീക്ഷയുമായി, സ്നേഹവുമായി, നിങ്ങളുടെ തവക്കുലുമായി പോകുന്ന ഒന്നിനും തന്നെ സാധ്യമല്ല. ഈ പറയുന്ന അല്ലാഹു അല്ലാത്തതിലേക്ക് സഹായവുമായി ചെല്ലുന്ന ആളുകൾ ബലഹീനരാണ്. അതേപോലെ തന്നെ നിങ്ങൾ ബഹുമാന ആദരണീയമായി ഈ ആരാധന അർപ്പിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, ഈ ആരാധനയുമായി നിങ്ങൾ മുന്നോട്ട് ചെല്ലുന്ന വ്യക്തികളുണ്ടല്ലോ, അവരും ബലഹീനരാണ്. ഉന്നതനായ അള്ളാഹുവിന്റെ ശക്തിയുടെ മുന്നിൽ, അവന്റെ നിയന്ത്രണത്തിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ, വിലങ്ങടിച്ചു നിൽക്കാൻ ഈ പറയുന്ന ഒന്നിനും സാധ്യമല്ല. ഇതാണ് തൗഹീദുല്ലാഹി. ഈ പറയുന്ന തൗഹീദിലേക്ക് നിങ്ങൾ വരണം. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ തുടർന്നുകൊണ്ട് പറയുന്നു, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ.
ഭൂമിയെ അള്ളാഹു നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയ്ക്ക് ഒരു വിരിപ്പ് പോലെയാക്കി തന്നു. നിങ്ങൾക്ക് നടക്കാൻ, നിങ്ങൾക്ക് കിടക്കാൻ, നിങ്ങൾക്ക് ഇരിക്കാൻ, നിങ്ങളുടെ ഭൗതികമായ സംവിധാനങ്ങൾ മുഴുവനും ഒരുക്കാൻ പറ്റുന്ന നിലയ്ക്ക് ഈ ഭൂമിയെ അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു. ആകാശത്തെ ഏറ്റവും പരന്ന് വിശാലമായി സുന്ദരമായ ഇടുങ്ങിക്കുടുങ്ങിയ മനസ്സുള്ള ഒരു മനുഷ്യൻ ആകാശത്തിലേക്ക് തല ഉയർത്തി നോക്കിയാൽ അവന്റെ മനസ്സിന് വിശാലത അനുഭവപ്പെടുന്ന, സൂര്യനെ കൊണ്ട്, നക്ഷത്രങ്ങളെ കൊണ്ട്, ചന്ദ്രനെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആകാശത്തെ നിങ്ങൾക്കൊരു വീട് പോലെയാക്കി സംവിധാനിച്ചു തന്നു അല്ലാഹു. വഅൻസല ലക്കും മിനസ് സമാഇ മാഅ, ആകാശത്തിന് സുന്ദരമായ ഒരു വൃത്തിയുള്ള വെള്ളം അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നു. അങ്ങനെ ആ വെള്ളം കാരണം ഭൂമിയിൽ അല്ലാഹു നിങ്ങൾക്ക് വിഭവസമൃദ്ധമായ പഴങ്ങളും കായ്കനികളും നിങ്ങൾക്ക് ഭക്ഷ്യ ഉപയോഗത്തിന് സാധിക്കുന്ന നിലക്കുള്ള നിങ്ങളുടെ കാര്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ഉത്പാദിപ്പിച്ചു തന്നു. ഇങ്ങനത്തെ നിഅമത്ത് ചെയ്ത, ഇങ്ങനത്തെ അനുഗ്രഹങ്ങൾ ചെയ്ത അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ ഈ കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന സ്ഥിതിക്ക് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് പിന്നെയും നിങ്ങൾ വിട്ടുത്തരത്തിലേക്ക് പോകരുതേ. അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും വ്യക്തികളെയോ വസ്തുക്കളെയോ അള്ളാഹുവിനെ തുല്യരാക്കിക്കൊണ്ട് ഇബാദത്ത് അവർക്ക് നിർവഹിക്കാൻ നിങ്ങൾ ഒരിക്കലും പോകരുത് മനുഷ്യരെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടെ പറയുന്നു. ഈ ലോകത്ത് അള്ളാഹു അയച്ച പ്രവാചകന്മാര് മുഴുവനും, ഈ ലോകത്ത് വന്ന പ്രവാചകന്മാര് മുഴുവനും മഹത്തായ ഈ സന്ദേശമാണ് അവരുടെ ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും ആദ്യം അവതരിപ്പിച്ചത്. അവരുടെ ചെവികളിൽ കൊണ്ടുപോയി കേൾപ്പിച്ച ഏറ്റവും ആദ്യത്തെ സന്ദേശം വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. അല്ലാഹുവല്ലാത്ത മറ്റുള്ള വിഗ്രഹങ്ങളും ദുർമൂർത്തികളും ആരാധ്യ വസ്തുക്കളായി നിങ്ങൾ കണ്ടുവെക്കുന്ന മുഴുവത്തിനെയും ഒഴിവാക്കണം. ഇതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഷഹാദത്തിന്റെ ആശയം. ഇതാണ് അതിന്റെ അർത്ഥം. ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ. അതാണ് ഇസ്ലാമിന്റെ ആണിക്കല്ലും. അതാണ് ഈ പറയുന്ന കാര്യത്തിൽ കൃത്യതയില്ലെങ്കിൽ, ഇതിലൊരു വ്യക്തിയുടെ അടുത്ത് ഇതിലെ ആശയക്കുഴപ്പത്തിലും സംശയത്തിലുമാണെങ്കിൽ, ഇതൊരു മനുഷ്യന്റെ തകർന്നു കടക്കുന്നതാണെങ്കിൽ അവന്റെ ഇസ്ലാം പൂർണ്ണമല്ല, അവൻ യഥാർത്ഥ മുസ്ലിമുമല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റു ഒരു ഇലാഹുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ പറയുന്ന സാക്ഷ്യം നമ്മുടെ മുമ്പ് ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽം, അല്ലാഹു ഈ പറയുന്ന സാക്ഷ്യം വഹിച്ചതാണ് മുമ്പ്. അവന്റെ ഏറ്റവും ഉത്തമരായ മലക്കുകൾ അത് നിർവഹിച്ചതാണ്. ഈ ലോകത്ത് വന്ന മഹാന്മാരായ പ്രവാചകന്മാരും അവരുടെ സന്ദേശങ്ങൾ കേട്ടുപഠിച്ച പണ്ഡിതന്മാരും അത്യാവശ്യം വിവരവും കാര്യവും പഠിപ്പും പക്വതയുമുള്ള ആളുകളും ഈ പറയുന്ന ഷഹാദത്ത് സാക്ഷ്യം വഹിച്ച ആളുകളാണ്. അതുകൊണ്ട് നാമും അതിന്റെ സാക്ഷികളാവുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായിട്ട് അല്ലാഹു അല്ലാതെ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം, കാര്യങ്ങൾ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ ചെയ്യുന്നു. അള്ളാഹുവിനെ തടുത്തു നിർത്താനും അവന്റെ മുന്നിൽ വിലങ്ങ് തടിയാവാനും ഒരുത്തരും സാധ്യമല്ലാത്ത ശക്തനും പ്രതാപനുമായ അവൻ മാത്രമേ ആരാധനക്കർഹനുള്ളൂ. നമ്മുടെ ഇബാദത്തുകൾ നിസ്കാരമാണെങ്കിലും, നോമ്പാണെങ്കിലും, സക്കാത്തും ഹജ്ജുമാണെങ്കിലും, നമ്മുടെ ദുആകളാണെങ്കിലും, നമ്മുടെ തവക്കുലാണെങ്കിലും, പ്രതീക്ഷയാണെങ്കിലും, ഭയമാണെങ്കിലും, നേർച്ചയാണെങ്കിലും, വഴിപാടാണെങ്കിലും ഉന്നതനായ അള്ളാഹുവിലേക്ക് മാത്രമേ അത് അർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹുവല്ലാത്ത ഒരുത്തരിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കാൻ പാടില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മലക്കിനെ ആരാധിക്കാൻ പാടില്ല. അവരോട് ദുആ ചെയ്യാൻ പാടില്ല. മുഹീദ്ദീൻ ഷെയ്ഖിനോട് വിളിച്ചു തരാൻ പാടില്ല. ബദരീങ്ങളോട് പാടില്ല. മമ്പുറം തങ്ങളോട് പാടില്ല. മറ്റുള്ള ഏതൊക്കെ വസ്തുക്കളെ, വ്യക്തികളെ ആളുകൾ ബഹുമാന ആദരണീയരായിട്ട് കാണുന്നോ അവരോട് തവക്കുൽ, അവരുടെ മേൽ തവക്കുലാക്കാൻ എന്റെ പ്രതീക്ഷ നിങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർപ്പിക്കാൻ പാടില്ല. ഇതാണ് തൗഹീദുല്ലാഹി. അത് പഠിക്കാൻ തയ്യാറാവണം, അത് മനസ്സിലാക്കാൻ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ മുവഹ്ഹിദീങ്ങളായ ആളുകൾക്ക് ഈ ലോകത്തും പരലോകത്തും വാഗ്ദാനം ചെയ്യുന്നത് മഹത്തായ പ്രതിഫലങ്ങളാണ്, മഹത്തായ സഹായങ്ങളും സംരക്ഷണങ്ങളുമാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, ശരിയായ ഈ തൗഹീദ് ഒരാൾ സ്വീകരിച്ചു അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അല്ലാഹുവിനൊരു വാഗ്ദാനമുണ്ട്. ലയസ്തഖലിഫന്നഹും ഫിൽ അർളി കമാ സ്തഖലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികൾക്ക്
ഈ ഭൂമിയിൽ ആധിപത്യവും അധികാരവും അവർക്ക് സ്വാധീനവും സംരക്ഷണവും എങ്ങനെ നൽകിയോ അത് നൽകുക എന്നാണ് അല്ലാഹുവിന്റെ വാഗ്ദാനം ഈ ലോകത്ത്. ലയസ്തഖലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും. നാം തൃപ്തിപ്പെട്ട ഈ ദീനും ആദർശവും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കി തരും എന്നുള്ളത്. അല്ലാഹുവിന്റെ സഹായമുണ്ടാകും, അവന്റെ സംരക്ഷണം ഉണ്ടാകും എന്നുള്ളതാണ്. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബാദി ഖൗഫിഹിം അംനാ. അവർ പേടിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, ശത്രുക്കളുടെ ഭീഷണിയുണ്ടെങ്കിൽ സുരക്ഷിതരായി സമാധാനപ്രിയരായി ആരെയും പേടിക്കാത്ത ആളുകളായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കി തരുമെന്നാണ് അല്ലാഹുവിന്റെ വാഗ്ദാനം. യഅബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ. അല്ലാഹുവിനുള്ള ഉപാധി അവനെ മാത്രം ആരാധിക്കണം, ഇബാദത്ത് അല്ലാഹുവിന് മാത്രം അർപ്പിക്കണം എന്നുള്ളത്. ശിർക്ക് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവരുതേ എന്നുള്ളത്. ഈ തൗഹീദുല്ലാഹിക്ക് വിരുദ്ധമായ ശിർക്കുണ്ടല്ലോ, ആ ശിർക്കിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഇന്ന ശിർക ലളുൽമുൻ അളീം. അല്ലാഹുവിനോട് അവന്റെ സൃഷ്ടികൾപ്പെട്ട വ്യക്തികളെയോ വസ്തുക്കളെയോ ഒരാൾ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്. ഏറ്റവും വലിയ അതിക്രമകാരി അവനാണ്. ഏറ്റവും വലിയ അനീതി കാണിക്കുന്നത് അവനാണ്. നിസ്സഹായരായ, ബലഹീനരായ, ഒന്നിനും കഴിയാത്ത സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും കല്ലുകളെയോ മണ്ണുകളെയോ ലോഹങ്ങളെയോ മരത്തിനെയോ വ്യക്തികളെയോ ആരാധ്യ വസ്തുക്കളായി ബഹുമാനിച്ചാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനീതിയാണ്, ഏറ്റവും വലിയ അക്രമമാണ്. ഈ പറയുന്ന ശിർക്ക് ചെയ്ത ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ മരണപ്പെട്ടാൽ സ്വർഗം ആ വ്യക്തിക്ക് നിഷിദ്ധമാണ്. അവൻ ഈ ലോകത്ത് നല്ലത് എന്ന് മറ്റുള്ളവരുടെ കണ്ണിൽ തോന്നുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശേഷം ഈ ശിർക്ക് അവന്റെ അടുത്ത് വന്നു പോയാൽ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും തകർന്ന് പൊളിഞ്ഞ് തരിപ്പണമായി പോകും. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10-18 പ്രവാചകന്മാരെ എണ്ണി പറഞ്ഞു, ബഹുമാന ആദരണീയനായ നബിമാരെ, മുർസലീങ്ങൾ. അങ്ങനെ ആ ആയത്തുകൾ പരിസമാപ്തിയുടെ അവസരത്തിൽ അല്ലാഹു പറഞ്ഞു, വലു അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഇത്തരം ആദരണീയരായ, ഇത്തരം മഹത്തായ ഇബാദത്തുകളും ത്യാഗത്തുകളും നടത്തിയ പ്രവാചകന്മാരെങ്ങാനും ശിർക്ക് ചെയ്താൽ അവരുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും, തരിപ്പണമാകും, 10 പൈസക്ക് വിലയില്ലാത്തതായി പോകും. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ശിർക്ക് ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ അത് ചെയ്യൂല. സങ്കല്പിച്ചു നോക്കി നിങ്ങൾ, അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും, അതിനൊരു ഫലവുമില്ലാതെയായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ ഖിയാമത്ത് നാളിൽ ഈ ലോകത്ത് ശിർക്ക് ചെയ്ത് അതിൽ നിന്ന് പശ്ചാത്തപിക്കാതെ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. സ്വർഗം അവന് നിഷിദ്ധമാണ്. കാലാകാലം അവൻ നരകത്തിൽ ചെന്ന് കടക്കേണ്ട ഗതികേട് ആ വ്യക്തിക്കുണ്ടാകും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിന്റെ പുറത്ത് പിന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം ആ സഹാബി യുവാവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു. ലബ്ബൈക യാ റസൂലല്ലാഹ് വ സഅദൈക, ഞാൻ വിളിക്കുത്തരം ചെയ്യുന്ന അല്ലാഹുവിന്റെ റസൂലേ പറയൂ. 3 പ്രാവശ്യം വിളിച്ചു. അങ്ങനെ ശ്രദ്ധപൂർണമായി റസൂലിന്റെ സംസാരത്തിലേക്കാണ് എന്ന് ബോധ്യപ്പെട്ട സമയത്ത് പറഞ്ഞു, നിനക്കറിയോ മുആദേ, അള്ളാഹുവിനോട് അടിമകളായ നമുക്കൊരു ബാധ്യതയുണ്ട്, നമുക്കൊരു കടമയുണ്ട്. എന്താണതറിയോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലിനെ അറിയൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. ഇതാണ് ബാധ്യത, ഇതാണ് കടമ, ഇതിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് അങ്ങനെ നിർവഹിക്കുന്ന അടിമകൾക്ക് അള്ളാഹു ഇങ്ങോട്ട് ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹുവിനെ ആരും നിർബന്ധിക്കുന്നതല്ല, അവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ഏറ്റെടുത്ത ഒരു ബാധ്യതയുണ്ട്. ശിർക്ക് ചെയ്യാതെ മുവഹ്ഹിദീങ്ങളായി മരണപ്പെട്ടു പോയ മനുഷ്യനാണെങ്കിൽ അവൻ അള്ളാഹു സ്വർഗം പ്രതിഫലം നൽകും എന്നുള്ളതാണ്. കാലാകാലത്ത് സ്വർഗത്തിൽ അവൻ അള്ളാഹു പ്രവേശിപ്പിക്കും എന്നുള്ളതാണ്. ദീനുൽ ഇസ്ലാമിന്റെ 5 പ്രധാനപ്പെട്ട അർക്കാനുകൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാമത്തത് ഈ പറയുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള സാക്ഷ്യമാണ്. അതേപോലെ തന്നെ അതിന്റെ കൂടെ നിർബന്ധമായി പറയേണ്ടുന്ന, ഒരു മനുഷ്യൻ മുസ്ലിം ആകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായി അവൻ പറയേണ്ടുന്ന, വിശ്വസിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ
കൽപ്പിച്ച കാര്യങ്ങൾ എന്താണോ അതിനനുസരിക്കാൻ തയ്യാറാവണം. മുസ്ലിമാണ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്, ഞാനത് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റു പറയുന്ന ആളാണ് എങ്കിൽ ആ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ആരാധനയും വിശ്വാസവുമായി ബന്ധപ്പെട്ട നാം പറയേണ്ടുന്ന, നാം ചെയ്യേണ്ടുന്ന ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ ആ പ്രവാചകൻ നമുക്ക് വരച്ച് പഠിപ്പിച്ച് കാണിച്ചു തന്നിരിക്കുന്നു. ആ കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചത് അനുസരിക്കാൻ തയ്യാറാവണം. ആ പ്രവാചകൻ വിരോധിച്ച ഒരുപാട് കാര്യങ്ങൾ, ഇത് ചെയ്യരുതേ, ഇന്നത് ചെയ്യരുതേ, ഇന്നതൊരു മുസ്ലിം ചെയ്യരുതേ, പറയരുതേ എന്ന് പറഞ്ഞു ആ കാര്യങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാവണം. മുസ്ലിമാണ് എന്ന് പറയുന്നു, പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുമ്പോൾ അവന്റെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പൂർണ്ണമാവുകയില്ല. അവന്റെ ഇസ്ലാമിൽ വീഴ്ചകൾ പിടിപെടും. അങ്ങനെ പിന്നെ വലിയ അപകടത്തിലേക്ക് ആ വ്യക്തി ചെന്നു ചാടാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണ്. കഴിഞ്ഞുപോയ ഒരുപാട് കാര്യങ്ങൾ, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന കാര്യങ്ങൾ, അതേപോലെ ഖബറിലും മഹ്ശറിലും വരുന്ന കാര്യങ്ങൾ, ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയതുണ്ട്. അതൊക്കെ സത്യമാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാവണം. അല്ലാ യുഅബ്ദുല്ലാഹ ഇല്ലാ ബിമാ ശറഅ, ഈ റസൂൽ നമുക്ക് ദീനായി കൊണ്ടുവന്നതല്ലാതെ നല്ലതാണ് നല്ലതാണ് എന്ന് പറഞ്ഞ്, ആ ഉസ്താദ് പറഞ്ഞതാണ്, ഈ ശൈഖ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചതാണ്, നാട്ടിലെ മാമൂലിതാണ് എന്ന് പറഞ്ഞു ഒരു കാര്യവും ദീനായിട്ട് ചെയ്യരുതേ. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയും നിർദ്ദേശവും മാർഗനിർദ്ദേശവും തെളിവുമില്ലാതെ, രേഖയില്ലാതെ ഏതൊരു കാര്യം ഒരുത്തൻ ചെയ്താലും അത് തള്ളപ്പെടുന്നതാണ്, അവന് സ്വീകരിക്കപ്പെടാത്തതാണ്, അത് അനാചാരമാണ്, ബിദ്അത്തായി കൊണ്ട് തള്ളപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴിച്ച്. സ്വർഗം വേണ്ട എന്നാരാ പറയാ? എനിക്കത് വേണ്ട എന്നാരാ വിസമ്മതിക്കുക? സഹാബികൾ ചോദിച്ചു, മൻ യഅബാ യാ റസൂലല്ലാഹ്, ആരാണ് സ്വർഗം അത് വേണ്ട എന്ന് പറയുന്ന ആളുകൾ, അത് വിസമ്മതിക്കുന്ന ആളുകൾ ആരാണ്? അവിടുന്ന് പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, ഞാൻ പറഞ്ഞതനുസരിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബാ, ഞാൻ പറഞ്ഞതനുസരിക്കാൻ തയ്യാറല്ലാത്തവൻ സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞ, സഹോദരങ്ങളെ, ഈ പറയുന്ന ദീനുൽ ഇസ്ലാമിന്റെ ഈ രണ്ട് ഷഹാദത്ത് പൂർണ്ണമായി അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുമ്പോ 5 വക്ത് നിസ്കാരം, മഹത്തായ ആ ഇബാദത്ത് നാം നിലനിർത്തണം. അല്ലാഹുവിന്റെ കൽപ്പന അതാണ്. പുരുഷന്മാരായ ആളുകൾ ബാങ്ക് കേൾക്കുന്ന പള്ളികളിൽ പോയി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ തയ്യാറാവണം. മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, ഏതെങ്കിലും ഒരാള് ഖിയാമത്ത് നാളില് യൗമുൽ ആഖിറിൽ മുസ്ലിമായി അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൽയുഹാഫിദ് അലാ ഹാദിഹി സ്വലാവാതി ഹൈസു യുനാദാ ബിഹിൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകന്റെ പ്രമുഖനായ സ്വഹാബി, ഈ നിസ്കാരത്തിന് വേണ്ടി ഏതൊക്കെ പള്ളികളിൽ വെച്ച് ബാങ്ക് വിളിക്കപ്പെടുന്നുവോ അവിടെ ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ തയ്യാറാവണം. മഹ്ശറിൽ ഖിയാമത്ത് നാളില് അല്ലാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ച് ഇബാദത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് അവരുടെ വീടിന്റെ ഉള്ളുകളാണ്. പുരുഷന്മാരായ ആളുകളോട് ഒരു പെണ്ണ് ഇസ്ലാമിന്റെ നിയമങ്ങളും അതിന്റെ അധ്യാപനങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് പള്ളിയിൽ പോകട്ടെ എന്ന് ചോദിച്ചാൽ അവളെ തടയാൻ പുരുഷന്മാരായ നമുക്ക് അധികാരമില്ല, അനുവദിച്ചു കൊടുക്കണം. ദീനിന്റെ നിയമങ്ങളും സ്ത്രീകൾ പാലിക്കേണ്ടുന്ന മര്യാദകളും മറയും അത് പാലിച്ചുകൊണ്ട് പള്ളികളിലേക്ക് പോകട്ടെ എന്ന് അനുവാദം ചോദിച്ചാൽ, ഇതുപോലത്തെ പെരുന്നാൾ നിസ്കാരങ്ങളിലേക്ക് ഭാര്യമാരെയും കുട്ടികളെയും നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പ്രത്യേകമായി പ്രോത്സാഹനം നൽകിയതുമാണ്. അതേപോലെ തന്നെ നിസ്കാരത്തിന് സമ്പത്തുള്ള ആളുകൾ സക്കാത്ത് നൽകണം. അങ്ങനെ നൽകിക്കൊണ്ട് പാവങ്ങൾക്കുള്ള വിഹിതം നൽകിക്കൊണ്ട് അവരുടെ സമ്പത്തുകളെ ശുദ്ധീകരിക്കണം. മഹത്തായ റമളാൻ ശരീഫുള്ള നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ സമ്പത്തുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കാബ ഷരീഫിന്റെ അടുത്ത് മക്കയിൽ ചെന്ന് കാബ ഷരീഫിന്റെ അടുത്ത് പരിസരത്തും ചെന്ന് മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. ഇസ്ലാമിന്റെ മഹത്തായ പ്രധാനപ്പെട്ട അർക്കാനുകൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളായ നമുക്ക് വിശ്വാസവും ആദർശവും ഉണ്ട് സഹോദരങ്ങളെ. പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന ഈ പറയുന്ന ചടങ്ങുകളും ഈ പറയുന്ന പ്രവർത്തനങ്ങളും മാത്രമല്ല, അതിന്റെ പിന്നിൽ നമുക്കുള്ളൊരു പ്രചോദനമുണ്ട്. അതിന് നമ്മൾക്ക് താല്പര്യവും ആവേശവും നൽകുന്ന ശക്തമായൊരു വിശ്വാസമുണ്ട്, അഖീദയുണ്ട്. ആ പറയുന്ന വിശ്വാസത്തിന്റെ കാതലായ 6 ഭാഗങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടാവണം.
അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചത്, കണ്ടു കാണുന്ന മുഴുവത്തിനെയും. അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. അവന്റെ നിയന്ത്രണത്തിലാണ് ഈ പറയുന്ന ലോകത്തുള്ള സകല സൃഷ്ടികളും. ഏത് അഹങ്കാരിയാണെങ്കിലും, എത്ര ശക്തനാണെങ്കിലും, ഏത് വലിയ സൈന്യങ്ങളാണെങ്കിലും, എന്ത് തന്നെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഉന്നതനായ അള്ളാഹുവിന്റെ പിടുത്തം ഈ പറയുന്ന ഓരോരുത്തന്റെയും മൂർധാവിലുണ്ട് എന്നുള്ള കൃത്യമായ ഒരു വിശ്വാസമുള്ള മുസ്ലിം ഈ ലോകത്ത് ധീരതയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാതെ കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒന്നും തന്നെ ഈ ലോകത്ത് നമുക്ക് വരാനില്ല. ഹുവ മൗലാന, അവനാണ് നമ്മുടെ സംരക്ഷകൻ, അവനാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്ന ആളുകൾ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക. നിങ്ങളുടെ ശക്തിയിലോ ആൾക്കൂട്ടത്തിലോ സമ്പത്തിലോ മറ്റുള്ളവൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ളവരുടെ പ്രതീക്ഷയിലല്ല. എന്റെ റബ്ബെന്നെ സഹായിക്കും, അവന്റെ സഹായവും സംരക്ഷണവും നമുക്കുണ്ടാകുമെന്ന് പറയുന്ന തവക്കുലോടുകൂടെ അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പാലിക്കാൻ നമ്മൾ തയ്യാറാവുക. സഹോദരങ്ങളെ, അള്ളാഹുവാണ് നമ്മുടെ എല്ലാവരുടെയും ഉടമ. എന്റെ ശരീരത്തിൽപ്പെട്ട എന്റെ നെഞ്ഞിന്റെ ഉള്ളിൽ കടന്നു പടയുന്ന ശബ്ദമുണ്ടല്ലോ, മിടിക്കുന്ന മിടിപ്പുണ്ടല്ലോ, അതൊരു നിമിഷം പോലും അടക്കി നിർത്താൻ ഞാൻ അസാധ്യനാണ്. ഈ ലോകത്ത് എത്ര ശക്തനും പ്രതാപനുമാണ് എന്ന് പറയുന്നു, ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിന്റെ വക്താവാണ് എന്ന് പറയുന്നവൻ, അവന്റെ നെഞ്ഞിൽ കൂടി പടഞ്ഞുകൊണ്ടിരിക്കുന്ന മിടിച്ചുകൊണ്ടിരിക്കുന്ന മിടിപ്പൊരു നിമിഷം നിർത്തിവെക്കാൻ അവൻ ബലഹീനനാണ്, അവൻ അശക്തനാണ്. അവന്റെ വെട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ണിന്റെ പോളയുണ്ടല്ലോ, ഒരഞ്ചു മിനിറ്റ് നേരം അതൊന്ന് വെട്ടാതെ അതൊന്ന് തുറന്നു പിടിച്ചു വെക്കാൻ ഈ മനുഷ്യൻ ബലഹീനനാണ്. ഇന്ന് വരെ അവൻ കണ്ടുപിടിച്ച ഉപകരണങ്ങൾ അശക്തമാണ്, അവനും സാധിക്കാത്ത നിസ്സഹായനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉടമയിലാണ് ഈ കാര്യങ്ങൾ മുഴുവനും. ഇത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. ഈ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് അവനെ വിളിക്കാനും അവനോട് സഹായത്തെ തേടാനും അവനെ നമുക്ക് മനസ്സിലാക്കാനും പരിചയപ്പെടാനും ഒരുപാട് ഉത്തമമായ പേരുകളുണ്ട് അവന്. അള്ളാഹു എന്നുള്ളത് നമുക്ക് സുപരിചിതമായ പേരുണ്ട്. അർ റഹ്മാൻ, അർ റഹീം, അൽ ഹയ്യുൽ ഖയ്യൂം, ദുൽ ജലാലി വൽ ഇക്റാം, التواب الغفار اللطيف السميع البصير പോലത്തെ ധാരാളം പേരുകളുണ്ട്. ഈ പേരുകൾ വിളിച്ചുകൊണ്ട് നാം അള്ളാഹുവിനോട് സഹായത്തെ തേടണം, നിരന്തരം അവനോട് ദുആ ചെയ്യണം. ദീനിലും ദുനിയാവിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ അവനോട് ചോദിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കണം. അവന് ഉത്തരം ചെയ്യാൻ തയ്യാറാണ്, പ്രാപ്തനാണ്. അവനോട് ദുആ ചെയ്യുന്നത് അവന് ഇഷ്ടമാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യാതിരിക്കുന്ന ധിക്കാരികളായ ആളുകളെ അള്ളാഹുവിന് വെറുപ്പുമാണ്. അതേപോലെ അള്ളാഹുവിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്, അടിമകളോട് ഏറ്റവും ദയയുള്ളവനാണ്, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്, നമ്മുടെ അനക്ക അടക്കങ്ങൾ അവൻ അറിയുന്നവനാണ്. ഇങ്ങനത്തെ ധാരാളം വിശേഷണങ്ങളുണ്ട് അള്ളാഹുവിന്. ഈ പറയുന്ന വിശേഷണങ്ങൾ ഒരു സൃഷ്ടികൾക്കും ഇല്ല തന്നെ. ഇവിടെയുള്ള ഔലിയാക്കൾ എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയുന്നവരാണ്, ലോകം നിയന്ത്രിക്കുന്നവരാണ്, എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കുന്നവരാണ് എന്നുള്ള വിഡിത്തരങ്ങൾ പറയുന്ന സൂഫികളായ വഴിപയച്ച അള്ളാഹുവിനെയും അവരുടെ ദീനെയും വികലമായി ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്ന ഭയച്ചൊരുശിച്ച മനുഷ്യരെ ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്. അവർ നിങ്ങളെ വഴികേടിലേക്ക് തള്ളിവിടും, അള്ളാഹുവിൽ നിങ്ങൾ അകറ്റും. നിങ്ങളും അള്ളാഹുമായി അതിശക്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദുള്ള ബന്ധം മുറിക്കും. നിങ്ങൾ അബലരും നിസ്സഹായരുമാകും, നിങ്ങൾ അധകൃതരാകും, ശത്രുക്കളുടെ മുന്നിൽ നിങ്ങളൊന്നും കൊള്ളാത്തവരാകും. ഇതുപോലത്തെ വൃത്തികെട്ട പണ്ഡിതന്മാരുണ്ട്, ആളുകളെ വഴികേടിലേക്ക് തള്ളുന്ന വ്യക്തികളുണ്ട്. അവരെ കരുതിയെടുക്കണം. മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, അള്ളാഹുവിലേക്ക് ചെല്ലണം, അവനെ പരിചയപ്പെടണം, അവനെ കുറിച്ച് കേൾക്കണം, പഠിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ അത്യാവശ്യങ്ങളും അള്ളാഹുവിലേക്ക് നിങ്ങൾ അത് അവനെ അറിയിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് നേടിയെടുക്കാൻ തയ്യാറാവണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധ ഖുർആനായിരിക്കണം നമ്മുടെ വഴികാട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിരിക്കണം നമുക്കുള്ള മാർഗദർശി, അള്ളാഹുവിന്റെ റസൂലായിരിക്കണം നമുക്കുള്ള മാതൃക. ആ ഖുർആനും സുന്നത്തും പ്രവാചകന്റെ അനുചരന്മാർ, മുൻഗാമികളായ ഉത്തമരായ ആളുകൾ എങ്ങനെ അത് പഠിച്ചു, എങ്ങനെ അതിൽ പിൻപറ്റി, എങ്ങനെ അവർ ജീവിതത്തിൽ പകർത്തി എന്ന നിലക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ അത് പിൻപറ്റേണ്ടത്, അത് ജീവിതത്തിൽ പകർത്തേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന്റെ
അനുചരന്മാർ, സഹാബികൾ അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകും, നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കും. അല്ലാതെ ഞാൻ അറബി പഠിച്ച ആളാണ്, എനിക്കതിൽ ഡിഗ്രിയുള്ള ആളാണ്, ഞാൻ അതിലൊരുപാട് MA എടുത്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനും സുന്നത്തും നമ്മുടെ യുക്തിക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അത് വിശദീകരിക്കാനും അത് മനസ്സിലാക്കാനും പോയാൽ ആ വ്യക്തി അധപ്പതനത്തിലേക്കും വഴികേടിലേക്കുമായിരിക്കും അവന്റെ അധപ്പതനം. പരിശുദ്ധ ഖുർആൻ അവന് വന്നു കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോടും അവിടുത്തെ അനുചരന്മാർക്കും വിരുദ്ധമായി കൊണ്ട് ഒരാൾ സഞ്ചരിക്കാൻ പോയാൽ ജഹന്നം, അവൻ പോകുന്ന വഴിയിലേക്ക് നമ്മൾ അവനെ തിരിച്ചുവിടും. അള്ളാഹു അവനെ കൈയൊഴിയും. അവന്റെ അന്ത്യവസാനം, അവന്റെ പര്യവസാനം അത് നരകത്തിലേക്കായിരിക്കും, അവൻ പരാജയത്തിലേക്കായിരിക്കും. കരുതിയിരിക്കണം സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കണം, സുന്നത്ത് പഠിക്കണം, ഹദീസ് പഠിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തും മുൻഗാമികളായ താബിഈകളും താബിഈകൾ പഠിച്ച് മനസ്സിലാക്കിയതുപോലെ പഠിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകയും വേണം. അതിന്റെ ഗുണങ്ങള്, അതിന്റെ പ്രതാപങ്ങള്, അതുകൊണ്ടുള്ള നേട്ടങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ച് അറിയാൻ കഴിയും. ഈ ലോകത്ത് വെച്ച് മരണത്തിന്റെ ശേഷം വിജയിക്കാൻ കഴിയും, അവന് രക്ഷപ്പെടാനും കഴിയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാതാപിതാക്കളോട് നാം ഗുണം ചെയ്യണം, നന്മ ചെയ്യണം. ഈ ലോകത്ത് അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ഹക്കുകള്, കടമകൾ, ബാധ്യതകൾ കഴിച്ചാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായി കടക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ്. പ്രത്യേകിച്ച് അവർക്ക് പ്രായമാകുമ്പോൾ, അവർ ബലഹീനരാകുമ്പോൾ, കൗമാരത്തിലുള്ള യുവത്വത്തിലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും യുവതികളും യുവാക്കളും ഈ പറയുന്ന ബലഹീനരും നിസ്സഹായരുമായ അവരുടെ ആരോഗ്യത്തിന്റെ ചോരത്തളപ്പിന്റെ സമയത്ത് ഇവർക്ക് വേണ്ടി ഉറക്കൊഴിച്ച, ഇവർക്ക് വേണ്ടി ഊണ് നൽകിയ, ഇവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് യാതന സഹിച്ച മാതാപിതാക്കളെ മുഖവിലക്കെടുക്കാതെ അവർ വൃത്തികേടിലേക്കും അവരുടെ താല്പര്യങ്ങളിലേക്കും പോകുന്ന ഈ യുവാദികളും യുവാക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലത്തെ ഒരു പ്രായം, ഇതുപോലത്തെ ഒരു ഗതികേട്, ഇതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങൾ കരുതിയിരിക്കണം. അതിന്റെ ശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങളെ പിടികൂടുന്ന അധപ്പതനങ്ങൾ, പരാജയങ്ങൾ, ദുരിതങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതായിരിക്കും. അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾ മുഖവിലക്കെടുക്കണം, അവർക്ക് നന്മ ചെയ്യണം. പ്രായം ചെന്ന സമയത്ത് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലും അതേപോലെ തന്നെ അനാഥ സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി തള്ളുന്ന മക്കൾ, അവർ ഏത് വാക്കിൽ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയുകയില്ല സഹോദരങ്ങളെ. മക്കളെ, കുട്ടികളെയും കുടുംബത്തെയും ദീനിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വളർത്തണം. അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ സന്താനങ്ങള്, സ്വന്തം ശരീരങ്ങളെ നരകത്തിന്റെ അതികഠിനമായ ശിക്ഷകൾ വരും എന്ന് നിങ്ങൾ കാക്കണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളുമാണ്. ആ നരകം കൈകാര്യം ചെയ്യുന്നത് പരിപരുത്ത സ്വഭാവമുള്ള, കരികരുത്ത ശരീരമുള്ള മലക്കുകളാണ്. അള്ളാഹുവിനോട് യാതൊരു എതിരും ചെയ്യാത്തവരായിരിക്കും ആ മലക്കുകൾ. ഇത് നിങ്ങൾ കരുതിയിരിക്കണം. കുട്ടികളെ ഉണ്ടാക്കണം, അവരെ ശരിയായ നിലക്ക് പോറ്റി വളർത്തണം. അവർക്ക് ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും സാധനങ്ങളും കൊണ്ടുവന്നു കൊടുക്കാൻ മത്സരിക്കുന്ന, ഭൗതികമായ വിദ്യാഭ്യാസം നേടിക്കൊടുത്തവർ ഉയർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന രക്ഷിതാക്കളെ അള്ളാഹുവിന്റെ ദീനാദ്യം ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതോടുകൂടെ ദുനിയാവും പഠിപ്പിച്ചു കൊടുക്കണം. അവര് നിങ്ങൾക്ക് ഉപകാരപ്പെടും, സമൂഹത്തിന് ഉപകാരപ്പെടും. നല്ലവരായി ഈ ലോകത്ത് അവർ ജീവിച്ച് നല്ല ഉത്തമരായി മരിച്ചു പോകാൻ അവർക്ക് സാഹചര്യമുണ്ടാകും. ഭാര്യമാരോട് നല്ല നിലയ്ക്ക് നിങ്ങൾ പെരുമാറണം. അവരുടെ അവസ്ഥകളും അവരുടെ സൃഷ്ടിപ്പനുസരിച്ച് ചില വീഴ്ചകളും ചില കുറവുകളും സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകും. മറ്റു ചില കൗശലങ്ങളും സ്ത്രീകൾക്കുണ്ടാകും. കണ്ടില്ല എന്ന് വെക്കണം, കേട്ടില്ല എന്ന് വെക്കണം. വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പ് നൽകാനും ഭർത്താക്കന്മാരായ നമ്മൾ തയ്യാറാവണം എന്ന് കരുതി അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് താല്പര്യം കാണിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ ഇന്നതാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അതനുസരിച്ച് പോകാൻ മാർഗനിർദ്ദേശങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും ഭാര്യമാർക്ക് നൽകണം. നാം കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ കൊടുക്കണം. നാം ധരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ധരിക്കാൻ കൊടുക്കണം. മാന്യമായി നമ്മൾ അവരോട് പെരുമാറണം. സ്നേഹ ബഹുമാന ആദരവോടുകൂടെ മാന്യമായ സൽസ്വഭാവത്തോടുകൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. മനുഷ്യരിലുള്ള
മറ്റുള്ള ജിന്നുകളുള്ള പിശാചുകൾ മുസ്ലിം കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടി അവർ പല ജാതി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നാം ജാഗ്രതയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ അയൽവാസികളുമായി നാം നല്ല നിലയ്ക്ക് ഇടപഴകണം. മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് 2 ഹക്കുകളാണ്, കുടുംബങ്ങളാണെങ്കിൽ 3 ഹക്കുകൾ കടമകളാണ്. മുസ്ലിമീങ്ങളല്ലാത്തവര് കുടുംബത്തിൽ പെടാത്തവരാണെങ്കിൽ അയൽവാസികൾ എന്നുള്ള മറ്റൊരു ഹക്ക് അവർക്കുണ്ട്, ബാധ്യതയുണ്ട്. മറ്റ് മതക്കാരാണെങ്കിൽ പോലും അവരോട് നീതിയോടുകൂടെ മാന്യമായ നിലയ്ക്ക് ബൗദ്ധികമായ സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നാം തയ്യാറാവണം. ദീനിന്റെ ആദർശത്തിന്റെ അവരുടെ മതവുമായി ബന്ധപ്പെട്ട ആഘോഷത്തിന്റെ കാര്യത്തിൽ ഒരിഞ്ചൊരു മുസ്ലിമായ മനുഷ്യൻ മറ്റ് മതക്കാരുമായി സഹകരിച്ചുകൂടെ സഹോദരങ്ങളെ, അത് നമ്മുടെ ദീനിന് വിരുദ്ധമാണ്, തൗഹീദിന് എതിരാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾക്ക് എതിരാണ്. ഭൗതികമായ സാഹചര്യങ്ങളിൽ സംവിധാനങ്ങളിൽ നമുക്ക് ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാവുന്നതാണ്. അതിഥികളെ നാം സൽക്കരിക്കണം, ആദരിക്കണം. എല്ലാ മനുഷ്യരോടും ഏറ്റവും മാന്യമായ സ്വഭാവം അള്ളാഹുവിന്റെ റസൂല് പുലർത്തിയിരുന്ന സ്വഭാവം പഠിച്ച് അത് നമ്മൾ പുലർത്താൻ തയ്യാറാവണം. മനുഷ്യരോട് മാത്രമല്ല, തുടിക്കുന്ന ഹൃദയങ്ങളുള്ള ഏത് ജീവികളാണെങ്കിലും, തെരുവിൽ കൂടെ നടക്കുന്ന ഒരു പട്ടിയാണെങ്കിലും നായയാണെങ്കിലും അതിനോട് നമ്മൾ ദയ കാണിക്കാൻ തയ്യാറാവണം. നമ്മുടെ ഭാഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിക്കും, ഒരു വൃക്ഷത്തിന് പോലും അകാരണമായ ഒരു ഉപദ്രവം നമ്മുടെ ഭാഗത്തിൽ നിന്നില്ല എന്ന് ഒരു മുസ്ലിം ഉറപ്പുവരുത്താൻ തയ്യാറാവണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ശിർക്കിന്റെ ഗൗരവം ഞാൻ നിങ്ങളെ ഉണർത്തി, വിദഅത്തിന്റെ ഗൗരവം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ വ്യഭിചാരത്തിന്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വ്യഭിചരിക്കരുതേ എന്നല്ല പറഞ്ഞത്, ലാ തഖറബു സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുതേ. അശ്ലീലപരമായ വാക്കുകളുണ്ട്, പ്രവൃത്തികളുണ്ട്, സോഷ്യൽ മീഡിയയിലും മറ്റും അതിന്റെ സംവിധാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് മുഴുവനും തുറന്നു വെച്ചതിന്റെ ശേഷം സമൂഹം നാശത്തിലേക്ക് പോകുന്നു എന്ന് വിലപിക്കുന്ന ആളുകൾ ആരെയാണ് അവർ കണ്ണടച്ചിരുട്ടാക്കുന്നത് എന്ന് എനിക്കറിയുകയില്ല. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട അശ്ലീലപരമായ കാര്യങ്ങൾ, അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടപഴകലുകൾ, നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികൾക്കുമുള്ള പറയുന്ന ഒത്തൊരുമിച്ച് കൂടുന്ന കാര്യങ്ങൾ, ഇതിൽ ജാഗ്രത പാലിക്കണം സഹോദരങ്ങളെ. വ്യഭിചാരം സമൂഹത്തിനെയും കുടുംബത്തിനെയും വ്യക്തികളെയും ഈ ലോകത്തും പരലോകത്തും നാശത്തിലേക്ക് കൊണ്ടുതള്ളുന്നതാണ്. വ്യഭിചാരത്തിന്റെ അതുമായി പോകുന്ന ആളുകൾ ഈ ലോകത്ത് ഒരു സംവിധാനത്തിന്റെ പിൻബലത്തോടുകൂടെയും ഉയരാനും അവർക്ക് അഭിവൃദ്ധിപ്പെടാനും സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നുകളും ദിനംപ്രതി കൂടുകൾ പോലെ അതിന്റെ സ്ഥാപനങ്ങൾ തുറന്നു വെച്ചു. അതുപോലെ തന്നെ ചെറിയ ചെറിയ പെട്ടിക്കൂടുകൾ ലോട്ടറികൾക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ച് എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കണമെന്ന് പറഞ്ഞ ആർത്തിയിലേക്ക് ആളുകളെ തള്ളിവിട്ടുകൊണ്ട് പിന്നീട് ഈ മനുഷ്യ ലഹരിയുടെ പിന്നിൽ പോയി ഈ പറയുന്ന ആളുകളും വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും തകർന്നു പോകുന്നത് കണ്ടിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെച്ച് പിന്നെ ഈ പറയുന്നവർ നാശത്തിലേക്ക് പോകുന്നു, എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആളുകൾ. ഈ പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ലഹരിയുമായി ബന്ധപ്പെട്ട മുഴുവനും, അതേപോലെ തന്നെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഇതുപോലത്തെ സാമ്പത്തികമായ അവിഹിതമായ ഈ നേടാനുള്ള സംവിധാനങ്ങൾ മുഴുവനും, വീതം വെക്കലാണെങ്കിലും ഭാഗം വെക്കലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള ഏതൊക്കെ സംവിധാനങ്ങളാണെങ്കിലും അത് മുഴുവനും പൈശാചികമായ വൃത്തികേടുകളാണ്. നിങ്ങളത് ഒഴിവാക്കണം മുസ്ലിമീങ്ങളെ. ഹലാലായത് ഉത്തമമായത് കുറവാണെങ്കിലും അതാണ് എന്റെ കയ്യിലും എന്റെ വായിലും എന്റെ കുടുംബത്തിന്റെ വായിലും വയറ്റിലും അത് എത്തുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അതിന് ബറക്കത്തുണ്ടാകും. അങ്ങനെ വളർന്ന ശരീരം ഈ ലോകത്ത് നല്ലവരായി സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറും. നിഷിദ്ധമായത്, ഹറാമായത്, പലിശയിൽ നിന്നുള്ളത്, കൈക്കൂലിയിൽ നിന്നുള്ളത്, കളവ് നടത്തിയുള്ളത്, വഞ്ചിച്ചു നേടിയത്, മറ്റുള്ളവരെ തകർത്തുകൊണ്ട് ഇതുപോലത്തെ ലോട്ടറി പോലത്തെ സംവിധാനങ്ങൾ നിഷിദ്ധമായതിൽ നിന്ന് നേടിയെടുത്തത്, അങ്ങനെ വളർന്നു തുടിച്ച ഒരു ശരീരം നരകം കൊണ്ടാണ് അത് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. കരുതിയിരിക്കണം. അക്രമത്തിന്റെ യാതൊരു ഇനങ്ങളും നമ്മുടെ സ്വന്തം ശരീരത്തോടോ മറ്റുള്ള ഏതെങ്കിലും സൃഷ്ടികളോടോ നമ്മിൽ നിന്നുണ്ടാകുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തണം. മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പാലിക്കാൻ തയ്യാറായാൽ അള്ളാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല അവന്റെ സഹായ സംരക്ഷണവുമായി നമ്മുടെ കൂടെ ഉണ്ടാകും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്ന പക്ഷം അവന്റെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ അല്ലാഹുവിന്റെ ദീന് കൈയൊഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ അധ്യാപനങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കാതെ മുഖം തിരിഞ്ഞു പോയാൽ ഏത് അപകടത്തിൽ, ഏത് അധപ്പതനത്തിൽ ചെന്നു ചാടുമെന്നുള്ളത് അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും പ്രവചിക്കാൻ സാധ്യമല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പെരുന്നാളിന്റെ ഖുത്ബ പുരുഷന്മാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് പ്രത്യേകമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകലുണ്ടായിരുന്നു. ഈ പറയുന്ന സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് ആ കാര്യങ്ങൾ കുറച്ച് ലഘൂകരിച്ച് എളുപ്പമാക്കി തന്നതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് അള്ളാഹുവിന്റെ റസൂലിനെ അനുകരിച്ചുകൊണ്ട് പ്രത്യേകമായി ഞാൻ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ നിയമങ്ങളും പരിധികളും നിങ്ങൾ അത് കൃത്യമായി പാലിക്കാൻ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ ഭർത്താക്കന്മാർക്ക് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് കുടുംബം പോറ്റി പോകാൻ താങ്ങും തണലുമായി നിൽക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ കൂട്ടുകാരികളും മറ്റും നിങ്ങൾക്ക് പലതും ഉത്ബോധനങ്ങൾ നൽകുന്നുണ്ടാകും. പിശാച് നിങ്ങളുടെ മനസ്സിൽ പലതും കൊണ്ടുവന്നിടുന്നതുണ്ടാകും. അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്റെ ഭാഗത്തിൽ നിന്നുണ്ടാവുകയില്ല. ഇതിൽ എന്റെ ഭർത്താവിന് എന്നെ കൊണ്ടൊരു പ്രയാസം ഞാൻ ഉണ്ടാക്കി വെക്കുകയില്ല എന്ന കൃത്യമായ ഒരു ശപഥം, കൃത്യമായ ഒരു കരാറ്, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ വെച്ചു പുലർത്താൻ തയ്യാറാവണം. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരിൽ അതിശക്തമായ ഹക്കുകളുണ്ട്, കടമകളുണ്ട്. അത് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് നൽകാനും നിങ്ങൾ തയ്യാറാവണം. എന്റെ ഖുത്ബയുടെ തുടക്കത്തിൽ ഞാൻ ഭർത്താക്കന്മാരായ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞതാണ് ഭാര്യമാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം തന്നില്ലേ, നിങ്ങൾക്ക് വിഭവങ്ങൾ തന്നില്ലേ, സൗകര്യങ്ങൾ തന്നതനുസരിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ, കൃത്യമായി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദീനിന്റെ ശത്രുക്കളായ ആളുകൾ, ഇസ്ലാമിന്റെ വിരുദ്ധരായ ആളുകൾ, അവരുടെ വേഷങ്ങളോ അവരുടെ സ്വഭാവങ്ങളോ അവരുടെ സംസ്കാരങ്ങളോ ഒരിക്കലും നിങ്ങളിലും നിങ്ങളുടെ കൂടെയുള്ള ഈ മക്കളിലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിങ്ങൾ ജാഗ്രതയോടെ അത് ശ്രദ്ധിക്കണം, അത് കാത്തു നിൽക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സിൻഫാനി മിൻ അഹ്ലിന്നാരി ലം അറഹുമ. രണ്ട് വിഭാഗം ആളുകളുണ്ട്, അവരെ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിന്റെ മുന്നിൽ വരും. ചില സ്ത്രീകൾ ദാസിയാത്തുൻ ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, ധരിച്ചോ എന്ന് പറഞ്ഞാൽ, എന്നാൽ അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഗ്നരായിരിക്കും, മറ്റു പുരുഷന്മാർ കാണുന്ന നിലക്കായിരിക്കും. മാഇലാത്തുൻ മുമീലാത്തുൻ, അവർ കുഞ്ചിക്കൊഴിഞ്ഞ് നടക്കുന്നവരായിരിക്കും. അവരുടെ ശരീരവും തലയും മറ്റുള്ള പുരുഷന്മാരെ ആകർഷിക്കുന്ന നിലക്ക് അവർ പ്രദർശിപ്പിക്കുന്നവരായിരിക്കും. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, പൂഞ്ഞ ഉയർന്നു നിൽക്കുന്ന ഒട്ടകം നടക്കുമ്പോ ഇടത്തേക്കും വലത്തേക്കും അത് ചാഞ്ഞും ചെരിഞ്ഞും പോകുന്നത് പോലത്തെ നടത്തമായിരിക്കും ആളുകളുടെ ഇടയിൽ കൂടെ അവർ നടക്കുക. ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദുന റീഹഹാ, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നില്ല, ആ സ്വർഗ്ഗത്തിന്റെ പരിമളം അവർക്ക് ലഭിക്കാനും പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ദാനധർമ്മം വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മാശറൻ നിസാ, സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ ദാനധർമ്മം വർദ്ധിപ്പിക്കണം. ഫഇന്നി ഉരീതുകുന്ന അക്തറ അഹ്ലിൻ നാർ, നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത്, എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടത് സ്ത്രീകളെയാണ്. ആ സ്ത്രീകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നരകത്തിലായത്? അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ വല്ലാതെ ശപിച്ചുകൊണ്ടേയിരിക്കും. മക്കളെ ശപിക്കും, ഭർത്താവിനെ ശപിക്കും, മറ്റുള്ള ആളുകളെ ശപിക്കും, ജോലിയെ ശപിക്കും, വീടിനെ ശപിക്കും. ഇതൊരു സ്വഭാവമാണ് പല സ്ത്രീകൾക്കും. നിങ്ങളത് വർദ്ധിപ്പിക്കുന്നവരാണ്. നിങ്ങളെ കൂടെ നിങ്ങളുടെ സഹായ സംരക്ഷണത്തിന് വേണ്ടി കഴിച്ചുകൂട്ടുന്ന, നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങളുമായി കഠിനാധ്വാനം ചെയ്യുന്ന ഭർത്താക്കന്മാരോട് പലപ്പോഴും നിങ്ങളിൽ നന്ദി കാടാണ് കൂടുതലും ഉണ്ടാവുക. ഇത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. മഹാനായ ഹുസൈൻ ഇബ്നു മിഹ്സൻ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തിന്റെ അമ്മായി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്നു. അങ്ങനെ റസൂലിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു തിരിച്ചു പോരുമ്പോ റസൂൽ ചോദിച്ചു, ഭർത്താവുണ്ടോ സ്ത്രീ നിനക്ക്? അവര് പറഞ്ഞു, ഉണ്ട്, എനിക്ക് ഭർത്താവുണ്ട്. കൈസ അൻതി ലഹു, നീ നിന്റെ ഭർത്താവുമായി എന്താണ് നിന്റെ ബന്ധം, എങ്ങനെയാണ് നിന്റെ ഇടപാടുകൾ? അപ്പൊ അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മാ ആരുഹു ഇല്ലാ മാ അജസ്തുൻ, ഭർത്താവിന്റെ ഹക്കുകള്, കടമകള്, അവനുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു കുറവും ഒരു വീഴ്ചയും ഞാൻ വരുത്തലില്ല. എനിക്ക് കഴിയാത്ത നിസ്സഹായതയുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം, അല്ലാത്ത ഞാൻ പൂർണ്ണമായി നൽകുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ശ്രദ്ധിക്കണം, ഭർത്താവുമായിട്ട് നിന്റെ ബന്ധം എന്താണ്, ഇടപാടെന്താണ്, നീ കരുതിയിരിക്കണം.
ഫഇന്നമാ ഹുവ ജന്നതുകി വനാറുക, നിന്റെ സ്വർഗ്ഗം അവനാണത് തീരുമാനിക്കുന്നത്, നിന്റെ നരകം തീരുമാനിക്കുന്നത് അവനായിരിക്കും. അവനോട് നല്ല നിലക്ക് ആദരവോടെ ബഹുമാനത്തോടെ മാന്യതയോടെ നന്ദിയോടെ പോകുന്ന പക്ഷം നിനക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. അവനോട് നിന്റെ നേരെ വിപരീതമാണെങ്കിൽ നിനക്ക് ചെന്നു ചേരാൻ സാധിക്കുക നരകത്തിലേക്കാണ്. അല്ലാമ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അടുത്തൊരിക്കൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, ബഹുമാന്യരായ പണ്ഡിതരെ, എന്റെ വിവാഹത്തിന്റെ മുമ്പ് നല്ല നിസ്കാരമുണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു, ഖിയാമുൽ ലൈൽ ഉണ്ടായിരുന്നു, ഖുർആൻ പാരായണം ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞു, എനിക്കതിലൊന്നും ഒരു താല്പര്യമല്ല, എനിക്കതൊന്നും വേണ്ടതുപോലെ ഉന്മേഷത്തോടെ മുമ്പത്തതുപോലെ ചെയ്യാൻ കഴിയുന്നില്ല. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ പെണ്ണിനോട് ചോദിച്ചു, നീ നിന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം എന്താണ്? നിന്റെ ഭർത്താവിനോട് നീ നല്ല നിലക്കുള്ള ഇടപാടിലാണോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് ഞാൻ നിന്നെ കേൾപ്പിച്ചു തരാം. ലാ തജിദുൽ മർഅതു ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആവേശം, അതിനുള്ള താല്പര്യം ഒരു പെണ്ണിന് ലഭിക്കൂല ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ, അവരുടെ ഭർത്താവിന്റെ ഹക്ക്, അവനോടുള്ള ബാധ്യത കൃത്യമായി പാലിക്കാത്ത കാലത്തോളം. അതുകൊണ്ടായിരിക്കും, നിന്റെ അടുത്തുള്ള വീഴ്ച കൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരവസ്ഥ നിനക്കുണ്ടായത് എന്ന്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക്, അദ്ദേഹത്തിന്റെ ഒരു പെരുന്നാൾ ഖുത്ബയിൽ പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഖുത്ബ അവസാനിപ്പിക്കുകയാണ്. പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു, ഏറ്റവും നല്ല സുഗന്ധം ധരിച്ചു, ഏറ്റവും നല്ല ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കി കഴിച്ചു. യഥാർത്ഥത്തിൽ പെരുന്നാളും ആഘോഷവും ഇങ്ങനത്തെ ഒരു വ്യക്തിക്കല്ല എന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞത്. ശരിയാ റമദാൻ മാസം കൃത്യമായി നോമ്പനുഷ്ഠിച്ചു, നിസ്കാരം നിർവഹിച്ചു, സൽക്കർമ്മങ്ങൾ മുഴുവനും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ഇബാദത്തുകൾ സ്വീകരിച്ച് സ്വർഗത്തിന്റെ അവകാശിയായിട്ടുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ ആഘോഷം, അവനാണ് യഥാർത്ഥ പെരുന്നാള്, അവനാണ് യഥാർത്ഥ സന്തോഷത്തിലുള്ള അർഹതയും യോഗ്യതയും ഉള്ളത്. നേരെ മറിച്ച് അള്ളാഹു കൽപ്പിച്ച ഈ ഇബാദത്തുകൾ, ആരാധനകൾ വീഴ്ച വരുത്തി അള്ളാഹു സ്വീകരിക്കാതെ അള്ളാഹുവിന്റെ വെറുപ്പും ശാപകോപത്തിന് വിധേയനായി അങ്ങനെ നരകത്തിൽ ചെന്ന് ചാടേണ്ടി വന്നാൽ ആ നരകത്തിന്റെ ചൂട് അതികഠിനമായിരിക്കും. അത് ഒരുപാട് ആഴമുള്ളതാണ്. ഈ നരകം എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ ആഴമുള്ളതാണ്. അതിൽ മനുഷ്യരായ ആളുകൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന സഖൂം എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് മുളച്ച ഒരു വൃക്ഷത്തിന്റെ പഴമാണ്. അതിന് പഴം എന്ന് പറയാൻ പോലും അർഹതയില്ലാത്ത അതികഠിനമായ ഒരു ശിക്ഷയുള്ള ഒരു വിഭവമാണ്. അത് ശിക്ഷയായി കൊണ്ടാണ് ഈ വ്യക്തിക്ക് നൽകുന്നത്. മുള്ളതിലുണ്ടാകും, ചൂടതിലുണ്ടാകും. ആമാശയത്തിൽ ചെന്നു എന്നുണ്ടെങ്കിൽ തളച്ച ശക്തി കടന്നു മറിയുന്നത് പോലെ പള്ളന്റെ ഉള്ളിൽ ആമാശയം കടന്നു മറിഞ്ഞുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ഇതായിരിക്കും നരകത്തിലുണ്ടാകുക. അവിടെ കുടിക്കാൻ വേണ്ടി അവർക്ക് ലഭിക്കുന്നത് നരകത്തിലുള്ള പാപികളായ ആളുകളുടെ ശരീരം കത്തുവന്തി ഉരുകി വലിച്ച് അതിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചലവും ചോരയും ദുർഗന്ധം വമിക്കുന്ന ചൂട് കഠിനമായ വെള്ളമായിരിക്കും നരകത്തിലുള്ള ആളുകൾക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ കൊടുക്കുക. വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരിക്കലും സാധ്യമാവുകയില്ല. അവനത് കുടിച്ചു അവന്റെ വയറ്റിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. ഈ പറയുന്ന നരകത്തിൽ അതിലുള്ള പാപികളായ ആളുകൾക്ക് ധരിക്കാൻ ഇതുപോലത്തെ പുതിയ വസ്ത്രങ്ങളായിരിക്കുകയില്ല. പഴുത്ത് ഉരുക്കിയ ഇരുമ്പും അതേപോലെ തന്നെ ഉരുക്കി ഒഴുക്കിയ ചെമ്പുമായിരിക്കും അവരുടെ വസ്ത്രമായിട്ടുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹത്തായ ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ റമദാൻ ശരീഫിലുള്ള സൽക്കർമ്മങ്ങളും നോമ്പും മറ്റുള്ള സൽക്കർമ്മങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് പാപങ്ങൾ പൊറുക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുപോലത്തെ മഹത്തായ ഒത്തുകൂടലുകളിൽ ഒത്തൊരുമിച്ച് കൂടാനും അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും അവനിഷ്ടപ്പെട്ട അടിമകളായിക്കൊണ്ട് മുവഹിദീങ്ങളായി പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അതിലായി ജീവിച്ച് അതിലായി മരിച്ച് പരലോകത്ത് വിജയികളായി അള്ളാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളും വീഴ്ചകളും പാപങ്ങളും പുറത്തു നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹാദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.